ആദ്യ അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. ആര്യ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തമിഴിൽ നിന്ന് വരാൻ പോകുന്ന സിനിമയാണ് MRX എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഭാഗത്ത് നിന്ന് സെൻസർ അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തമിഴ് സിനിമയ്ക്ക് 2 മണിക്കൂർ 33 മിനിറ്റ് ആണ് റൺ ടൈം കാണാൻ സാധിക്കുന്നത്. ട്രെയിലർ കട്ട് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ റിലീസ് ഡേറ്റ് ട്രെയിലറിന്റെ കൂടെ ഉൾപ്പെടുത്തും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത ആഴ്ച സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നതാണ്. മനു ആനന്ദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ ദീപു നിനൻ തോമസ് ആണ് ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് MRX എന്ന് പറഞ്ഞ ആര്യയുടെ വരാൻ പോകുന്ന തമിഴ് സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ തന്നെയാണ്. നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമ ഏപ്രിൽ മാസമാണ് ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്നത് 23-ന്. ഡയറക്ഷൻ നമ്മുടെ മഹേഷ് നാരായൺ ആണ്. മ്യൂസിക് സുഷിൻ ശ്യാം ആണ്. മമ്മൂക്ക ലാലിറ്റിനെ കൊന്നിച്ച് അഭിനയിക്കുന്ന ഒരു വമ്പൻ സിനിമ തന്നെയാണ്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യ സോങ് അല്ലെങ്കിൽ വീഡിയോ സോങ് പുറത്തു വരാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് സിംഗിള് സുഷിൻ ശ്യാമാണ് മ്യൂസിക് കമ്പോസർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രണയ സോങ് തന്നെയാണ് വരാൻ പോകുന്നത് ഈ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന്. കാറ്റ് തൊട്ടപ്പോൾ എന്നാണ് ആൽബത്തിന് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നാളെ വൈകുന്നേരം ഇതിന്റെ ആദ്യ സിംഗിളിനായിട്ട്. ഒരു പ്രണയ സോങ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന പോസ്റ്റേഴ്സ് കണ്ടിട്ട്. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. നയൻതാര കെവിനെ കൊന്നിച്ച് അഭിനയിച്ച് വരാൻ പോകുന്ന സിനിമയാണ് ഹീ എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ പടത്തിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഇത് 3ാമത്തെ പോസ്റ്ററാണ്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് 2-3 പോസ്റ്റേഴ്സ് ആണ് ഇപ്പൊ ടോട്ടൽ പുറത്തിറങ്ങിയത്. 7 സ്ക്രീൻ സ്റ്റുഡിയോസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ വിഷ്ണു എഡ്വൻ ആണ് ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ ജെൻ മാർട്ടിൻ ആണ്. നമ്മുടെ കെവിന്റെ തന്നെ ഡാഡ എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. എന്തായാലും ഒരു സ്വീറ്റ് സർപ്രൈസ് ആയ ഒരു പോസ്റ്റർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലെ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പടം എന്തായാലും സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും റിലീസ് പ്ലാനിങ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ലാലേട്ടന്റെ 366ാമത്തെ സിനിമ തന്നെയാണ് നമ്മുടെ തരുൺ മൂർത്തി സംഭവം, അല്ലെങ്കിൽ ഒരു ക്യൂഡു സിനിമ തന്നെ ആയിരിക്കും. ഇതൊരു ഫാൻ ബോയ് ഐറ്റം. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് ലീഗ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഷെഡ്യൂൾ അപ്ഡേറ്റ് തന്നെയാണ്. ഇപ്പൊ നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന തൊടുപുഴയിലാണ്. ഇനി അടുത്ത ഷൂട്ടിംഗ് വരാൻ പോകുന്നത് മേജർ ആയിട്ട് മുംബൈയിൽ വെച്ചിട്ടായിരിക്കും. എന്തായാലും ഒരു പ്രോപ്പർ ഒരു പോലീസ് കോപ്പ് മൂവി തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും മുംബൈയിലേക്കാണ് സിനിമയുടെ അടുത്ത ലൊക്കേഷൻ അല്ലെങ്കിൽ അടുത്ത ഷെഡ്യൂളൊക്കെ വരാൻ പോകുന്നത്. നിലവിൽ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു മുണ്ട് മടക്കിയിട്ടുള്ള ഒരു ലീക്ക് വന്നിട്ടുണ്ടായിരുന്നാലും അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് സൂര്യ 47 എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. നമ്മുടെ സെഗറാം സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന നമ്മുടെ സൂര്യയുടെ വരാൻ പോകുന്ന സിനിമയാണ് 47ാമത്തെ ജിത്തു മാധവൻ ഡയറക്ഷനിൽ വരുന്ന സിനിമ. സുഷിൻ ശ്യാമിന്റെ തമിഴ് സിനിമയും കൂടി ആയിരിക്കും നമ്മുടെ സൂര്യയുടെ 47 എന്ന സിനിമയിലൂടെ. എന്തായാലും സിനിമയിൽ നിലവിലെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ വെച്ചിട്ട്. ഈ പടത്തിൽ നമ്മുടെ STRനെ സമീപിച്ചിരിക്കുകയാണ് നമ്മുടെ ജിത്തു മാധവൻ സിനിമയിൽ ഒരു കേമിയോ റോളിനായിട്ട്. എന്തായാലും കേൾക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സിംബു അതുപോലെ തന്നെ നമ്മുടെ സൂര്യണ്ണൻ ഒരു സ്ക്രീൻ ഷെയർ കാണാൻ സാധിക്കും നമുക്ക്. എന്തായാലും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നിലവിലൊന്നും കൺഫേം ആയിട്ടില്ല. ഒരു ക്ലൈമാക്സ് സീനിലാണ് ആ ഒരു കേമിയോ റോളിനായിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നിലവിലൊന്നും കൺഫേം ആയിട്ടില്ല. കാത്തിരിക്കാൻ നമുക്ക് ഒഫീഷ്യലായി വരുമോ ഇല്ലോ എന്ന്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സായി പല്ലവിന്റെ വരാൻ പോകുന്ന അന്യഭാഷ സിനിമയാണ് ഏക് ദിൻ എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ട്രെയിലർ നാളെ വരാൻ പോവുകയാണ്. ഇപ്പൊ എന്തായാലും ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് ട്രെയിലർ അപ്ഡേറ്റ് ഉൾപ്പെടെയായിട്ട്. എന്തായാലും മെയ് മാസം 1-നാണ് പടം റിലീസ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ജുനൈദ് ഖാൻ, സായി പല്ലവി എന്നിവരൊക്കെയാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. മ്യൂസിക് രാം സംബിത് ആണ്. നമ്മുടെ SRKന്റെ റായിസ് എന്ന സിനിമയുടെ മ്യൂസിക് കമ്പോസറാണ്. ഡയറക്ഷൻ സുനിൽ പാണ്ഡെ ആണ്. കാത്തിരിക്കാൻ നമുക്ക് ഏക് ദിൻ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസിനായിട്ട് നാളെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മേജർ എന്ന സിനിമയിൽ നല്ല പോലെ പെർഫോമൻസ് കാഴ്ചവെച്ച ആക്ടറാണ് നമ്മുടെ അഡ്വി ശേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം. പിന്നെ നമ്മുടെ മുർണൽ താക്കൂർ, അനുരാഗ് കശ്യപ് ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഡെക്കോയിറ്റ് എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് നിലവില്. എന്തായാലും ഏപ്രിൽ മാസം 10-നാണ് സിനിമ ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ബീംസ് ആണ് സിനിമയിലെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. ഡയറക്ഷൻ സനിൽ ഡിയോ ആണ്. കിസ് എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്, സിനിമാ സംവിധായകനാണ്. കാത്തിരിക്കാൻ നമുക്ക് ഡെക്യൂട്ട് എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. ജയിലർ സിനിമയുടെ 2ാം ഭാഗം. നിലവിൽ കേൾക്കാൻ സാധിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ SRK സിനിമയില് പോലീസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്ന സിനിമയില്. അത് മാത്രമല്ല നമ്മുടെ രജനികാന്ത് ആണെങ്കിൽ സിനിമയിൽ ഒരു റിട്ടയർ ആയ ഒരു പോലീസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഒരു ചെറിയൊരു എക്സ്റ്റെൻഡഡ് കേമിയോ റോളിലാണ് നമ്മുടെ SRKയും രജനികാന്തും ജോയിൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് എന്തായാലും നമുക്ക് ഈ ഒരു മാസാവസാനം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് ആണ് SRKയും രജനികാന്തും സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഈ ഒരു സിനിമയിൽ വരാൻ പോകുന്നത്. അതും എക്സ്റ്റെൻഡഡ് കേമിയോ റോൾ തന്നെയാണ്. ഒരു ഫ്ലാഷ് ബാക്ക് സീൻ പോലെ നമ്മുടെ രജനികാന്തിന്റെ കൂടെ നമ്മുടെ SRK കേമിയോ റോൾ ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് SRK ജയിലർ കോംബോ സിനിമയ്ക്കായിട്ട്.
അടുത്തൊരു ബുക്ക് അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ രജനികാന്തിന്റെ ഓട്ടോബയോഗ്രഫി ബുക്ക് പുറത്തു വരാൻ പോവുകയാണ്. ഇത് എഴുതുന്നത് നമ്മുടെ രജനികാന്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസും സിനിമാ ജീവിതം എല്ലാതും ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി പുറത്തു വരാൻ പോകുന്നത്. എന്തായാലും നിലവിലെ ഈ ഒരു ബുക്കിന്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്തായാലും മൈസൂരിലാണ് നിലവിൽ അദ്ദേഹം സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ വർഷാവസാനമാവും ബുക്ക് റിലീസ് ചെയ്യാനായിട്ട്. എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു പുസ്തകം തന്നെ ആവട്ടെ. എന്തായാലും ഫ്യൂച്ചറിൽ ഒരു സിനിമ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ലൈഫ് ഓഫ് രജനികാന്ത് എന്ന് പറഞ്ഞിട്ട്. കാത്തിരിക്കുക തന്നെ ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് അരസൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ ഭാഗം തന്നെയാണ്. എന്തായാലും പടത്തിന്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ മാസം മാർച്ച് 16-ന്. നമ്മുടെ നെൽസൺ, അതുപോലെ തന്നെ നമ്മുടെ വിജയ് സേതുപതി, അതുപോലെ തന്നെ നമ്മുടെ സിംബു എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. സിനിമയിൽ നമ്മുടെ STR ആണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും പടത്തിന്റെ രണ്ടാമത്തെ ഷെഡ്യൂൾ ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും 16-ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വലിയൊരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സിംബു ആയിട്ട്. അത് മാത്രമല്ല വിജയ് സേതുപതി, നെൽസൺ, ദിലീപ് കുമാർ ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഷെഡ്യൂൾ എന്തായാലും 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് ഷെഡ്യൂൾ ഇവരൊക്കെ ആയിട്ടുള്ളത്. കാത്തിരിക്കാം നമുക്ക് വെട്രിമാരൻ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ തന്നെയാണ്. ടീസറിന് സർട്ടിഫിക്കറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 44 സെക്കൻഡ് ആണ് ചിത്രത്തിന്റെ ടീസറിന് സെൻസറിങ് കാണാൻ സാധിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻസർ ബോർഡ്. എന്തായാലും ഈ വരുന്ന മാർച്ച് മാസം 12-ാം തീയതിയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന് ടീസർ പുറത്തു വരാൻ പോകുന്നത്. എന്തായാലും കംപ്ലീറ്റ് എക്സ്പെക്ടേഷൻസ് തന്നെയാണ്. നാളെ എന്തായാലും ടീസർ വരുമെന്നാണ് ഓൾമോസ്റ്റ് സോഴ്സ് റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സോഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് നാളെ മാർച്ച് 12-ന് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന് ടീസറിനായിട്ട് ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഏപ്രിൽ 2-ആണ് സിനിമ ഗ്രാൻഡ് റിലീസ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അമൽ നീരദിന് വരാൻ പോകുന്ന ബാച്ചിലർ പാർട്ടി എന്ന സിനിമേന്റെ ഡുവെക്സ് എന്ന സിനിമേന്റെ സെക്കൻഡ് പാർട്ട് എന്ന സിനിമേന്റെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമ ഒക്ടോബർ മാസം പൂജ റിലീസ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒക്ടോബർ മാസം 15-ാം തീയതി. നെസ്ലിൻ, ടൊവിനോ ചാക്കോ, ഷുൻചാക്ക ബോബൻ, സൗബിൻ ഷെഹർ, ഷർഫുദ്ദീൻ, ഷെയ്ംടോ ചാക്കോ, ചന്തു, അതുപോലെ രജിഷ വിജയൻ, ഹൻസിക, അങ്ങനെ വലിയൊരു കാസ്റ്റ് സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ നമ്മുടെ അൻവർ റഷീദും അതുപോലെ തന്നെ ജ്യോതി റമ്മായി എന്നിവരൊക്കെയാണ്. കാത്തിരിക്കുന്ന നമുക്ക് ഈ വർഷം പൂജ പ്രമാണിച്ച് നമ്മുടെ ബാച്ചിലർ പാർട്ടി എന്ന അമൽ നീരദ് സംഭവത്തിനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. കാത്തിരിക്കുന്ന ചെയ്യുക വമ്പൻ സിനിമകൾ അപ്ഡേറ്റുകൾക്കായിട്ട്. നിങ്ങൾ ഏറ്റവും കാത്തിരിക്കുന്ന സിനിമ ഏതാണ് കൺബുക്ക് ചെയ്യപ്പെടുത്തുക.